ട്രിപ്പിൾ സി ഒരുക്കുന്ന NTSC ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലെ ഈ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ ഹമീദ് ഷർവാനി. മാറ്റിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാറ്റ്, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, മാനസികമായ കഴിവ് പരിശോധിക്കുന്നതിനുള്ള പരീക്ഷയാണിത്. ഈ കഴിവ് വെറും വായനയിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതല്ല. നിരന്തരമായ പരിശീലനവും ഇതിനാവശ്യമാണ്. ഇത്തരത്തിലുള്ള പരിശീലനത്തിലൂടെ മാത്രമേ ഈ കഴിവ് നമുക്ക് പരിപോഷിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിരന്തരമായ പരിശീലനത്തിലൂടെ ആർക്കും ഇത് നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. അതായത് ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നർത്ഥം. ഇതിലെ ഓരോ ചോദ്യവും ഒരു ഗെയിം കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ചോദ്യത്തെ നാം എങ്ങനെ സമീപിക്കുന്നു, ഇത് ചെയ്യുന്നതിനായി നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നതൊക്കെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ട്രിപ്പിൾ സി ഒരുക്കുന്ന ഈ NTSC ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, മാറ്റ്, ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് 3 ചോദ്യങ്ങൾക്കുള്ള സൂചനകളാണ് നമുക്ക് തരുന്നത്. എന്തൊക്കെയാണ് സൂചനകൾ നോക്കാം. 5 students, ഉജിത്ത്, മഹി, റിസാൻ, സാഹിർ ആൻഡ് അമീലിയ appeared for an examination in English and Mathematics. ഉജിത്ത്, മഹി, റിസാൻ, സാഹിർ, അമീലിയ എന്നീ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് എന്നീ പരീക്ഷകളിൽ പങ്കെടുക്കുന്നു. അവർക്ക് ലഭിച്ച മാർക്കുകളുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് നമുക്ക് തരുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, സഹീർ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമീലിയ ഇൻ മാത്തമാറ്റിക്സ് ബട്ട് സ്കോർഡ് ലെസ് ഇൻ ഇംഗ്ലീഷ് ദാൻ ഉജിത്ത് ആൻഡ് മഹി. രണ്ടാമത്തേത്, ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമീലിയ ബട്ട് ലെസ് ദാൻ വാട്ട് മഹി ഹാസ് സ്കോർഡ്. മൂന്നാമത്തേത്, അമീലിയ സ്കോർഡ് മോർ ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് റിസാൻ സ്കോർഡ് മോർ ദാൻ മഹി ഇൻ ഇംഗ്ലീഷ്. നാലാമത്തേത്, ഉജിത്ത് സ്കോർഡ് മോർ ദാൻ മഹി ഇൻ മാത്തമാറ്റിക്സ് ബട്ട് ലെസ് ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ്. അഞ്ചാമത്തേത്, സഹീർ സ്കോർഡ് ലെസ് ദാൻ മഹി ഇൻ മാത്തമാറ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന ഈ സൂചനകളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി എങ്ങനെ അതിനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 പരീക്ഷകളാണുള്ളത്. 2 സബ്ജക്റ്റുകളിലുള്ള പരീക്ഷകളാണുള്ളത്, മാത്തമാറ്റിക്സും ഇംഗ്ലീഷും. അതിനെ നമുക്ക് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്ന് ഇങ്ങനെ എഴുതി വെക്കാം. ഇനി ഒന്നാമത്തെ സൂചന നോക്കാം. സഹീർ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമീലിയ ഇൻ മാത്തമാറ്റിക്സ് ബട്ട് സ്കോർഡ് ലെസ് ഇൻ ഇംഗ്ലീഷ് ദാൻ ഉജിത്ത് ആൻഡ് മഹി. സഹീറിന് കണക്കിൽ അമീലിയേക്കാൾ കൂടുതൽ മാർക്ക് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അമീലിയ എന്നതിന് A എന്നും സാഹിർ എന്നതിന് S എന്നും നമുക്ക് എഴുതാം. അമീലിയയുടെ മുകളിലാണ് സാഹിറിൻ്റെ മാർക്ക് വരുന്നത്. അത് നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. A എന്നതിന് മുകളിലായി S എന്ന് എഴുതാം. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, സഹീറിന് ഇംഗ്ലീഷിൽ ഉജിത്തിനും മഹിക്കും ലഭിച്ചതിനേക്കാൾ കുറവാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉജിത്തിൻ്റെയും മഹിയുടെയും താഴെയായിരിക്കും സഹീർ വരുന്നത്. അപ്പോൾ എസ്സിന് മുകളിലായി നമുക്ക് UM ഇങ്ങനെ എഴുതാം. ഇനി രണ്ടാമത്തെ സൂചന നോക്കാം. ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമീലിയ. കണക്കിൽ റിസാന് അമീലിയേക്കാൾ കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അമീലിയേക്കാൾ കൂടുതൽ തന്നെയാണ് സാഹിറിനും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സാഹിറിനാണോ
റിസാൻ ആണോ കൂടുതൽ മാർക്ക് എന്ന് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് സഹീറിൻ്റെ നേരെ തന്നെ നമുക്ക് റിസാനെ സൂചിപ്പിക്കാനായി 6 എന്ന് എഴുതാം. ബട്ട് ലെസ് ദാൻ വാട്ട് മഹി ഹാസ് സ്കോർഡ്. പക്ഷേ മഹിക്ക് ലഭിച്ചതിനേക്കാൾ കുറവാണ് റിസാന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മഹിയുടെ താഴെയായിരിക്കും റിസാൻ വരുന്നത്. അപ്പോൾ എമ്മിന് താഴെയായിട്ട് നമുക്ക് 6 എഴുതാം, അല്ലെങ്കിൽ 6ന് മുകളിലായിട്ട് നമുക്ക് എം എന്ന് എഴുതാം. ഇനി മൂന്നാമത്തെ സൂചന നോക്കാം. അമീലിയ സ്കോർഡ് മോർ ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ അമീലിയക്ക് റിസാനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റിസാൻ്റെ മുകളിലായിരിക്കും അമീലിയ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് റിസാൻ സ്കോർഡ് മോർ ദാൻ മഹി ഇൻ ഇംഗ്ലീഷ്. മഹിയേക്കാൾ കൂടുതലാണ് റിസാന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എമ്മിന് മുകളിലായിരിക്കും 6 വരുന്നത്, 6ന് മുകളിലായിരിക്കും എ വരുന്നത്. ഇനി നമുക്ക് നാലാമത്തെ സൂചന നോക്കാം. ഉജിത്ത് സ്കോർഡ് മോർ ദാൻ മഹി ഇൻ മാത്തമാറ്റിക്സ് ബട്ട് ലെസ് ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ്. മാത്തമാറ്റിക്സിൽ ഉജിത്തിന് മഹിയേക്കാൾ കൂടുതൽ മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ മുകളിലായിരിക്കും യു വരുന്നത്. പക്ഷേ ഉജിത്തിന് റിസാനേക്കാൾ കുറവാണ് ഇംഗ്ലീഷ് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. 6ന് താഴെയാണ് യു വരുന്നത്. ഇനി അഞ്ചാമത്തെ സൂചന നോക്കാം. സഹീർ സ്കോർഡ് ലെസ് ദാൻ മഹി ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ സഹീറിന് മഹിയേക്കാൾ കുറവാണ് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. എമ്മിന് താഴെയാണ് എസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെയാണ്. ഇതിൽ നിന്നും മാത്തമാറ്റിക്സിൽ സഹീറിനും റിസാനും ആർക്കാണ് കൂടുതൽ മാർക്കെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഉജിത്ത്, മഹി ഇവയിൽ ആർക്കാണ് കൂടുതലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ലഭിച്ച ഈ പട്ടിക മാത്രം നോക്കിയാൽ മതിയാവും. നമുക്ക് നോക്കാം 74ാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ദി ലീസ്റ്റ് സ്കോർ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ടോപ്പ് സ്കോർ ഇൻ ഇംഗ്ലീഷ് ആർ റെസ്പെക്റ്റീവ്ലി. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ സാഹിർ ആൻഡ് ഉജിത്ത്. സെക്കൻഡ് വൺ അമീലിയ ആൻഡ് അമീലിയ. തേർഡ് വൺ ഉജിത്ത് ആൻഡ് സാഹിർ. ഫോർത്ത് വൺ ഉജിത്ത് ആൻഡ് ഉജിത്ത്. അപ്പോൾ കണക്കിൽ ഏറ്റവും കുറവ് മാർക്കും ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ മാർക്കും ലഭിച്ചവർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്തമാറ്റിക്സിൽ ഏറ്റവും കുറവ് ലഭിച്ചത് അമീലിയക്കും ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് അമീലിയക്കുമാണ്. അപ്പോൾ അമീലിയ ആൻഡ് അമീലിയ ഇതായിരിക്കും ഇതിൽ ശരിയായ ഉത്തരം. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യം ഏതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഒന്നാമത്തെ ഓപ്ഷൻ അമീലിയ സ്കോർഡ് മോർ ദാൻ മഹി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ മഹിയേക്കാൾ കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത് അമീലിയക്കാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മഹി സ്കോർഡ് മോർ ദാൻ അമീലിയ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ അമീലിയേക്കാൾ കൂടുതൽ മഹി സ്കോർ ചെയ്തിരിക്കുന്നു. മൂന്നാമത്തേത് സഹീർ സ്കോർഡ് ലെസ് ദാൻ മഹി ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും സഹീർ മഹിയേക്കാൾ കുറവാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നാലാമത്തേത് ഉജിത്ത് സ്കോർഡ് ലെസ് ദാൻ മഹി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഉജിത്ത് മഹിയേക്കാൾ കുറവാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയാത്തത്. ഉജിത്ത്, മഹി ഇവയിൽ ആർക്കാണ് ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നെസസറിലി കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ റിസാൻ സ്കോർഡ് മോർ ദാൻ സഹീർ ഇൻ മാത്തമാറ്റിക്സ്. സെക്കൻഡ് വൺ ഉജിത്ത് സ്കോർഡ് മോർ ദാൻ സഹീർ ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. തേർഡ് വൺ സഹീർ സ്കോർഡ് മോർ ദാൻ ഉജിത്ത് ഇൻ മാത്തമാറ്റിക്സ്. ഫോർത്ത് വൺ റിസാൻ സ്കോർഡ് മോർ ദാൻ ഉജിത്ത് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഉജിത്ത് സ്കോർഡ് മോർ ദാൻ സഹീർ ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും ഉജിത്ത് സഹീറിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് ശരിയായത്. അടുത്ത ചോദ്യം നോക്കാം. ദി തേർഡ് ഡേ ബിഫോർ 1st January 2019 വാസ് സാറ്റർഡേ. വിച്ച് ഡേ വിൽ ദി 4th day of March 2020 ബി. 2019 ജനുവരി
1-ൻ്റെ 3 ദിവസം മുമ്പ് ശനിയാഴ്ചയായിരുന്നു എങ്കിൽ 2020 മാർച്ച് 4 ഏത് ദിവസമായിരിക്കും? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഒന്നാമത്തത് ഫ്രൈഡേ, രണ്ടാമത്തത് സാറ്റർഡേ, മൂന്നാമത്തത് വെനസ്ഡേ, നാലാമത്തത് തേഴ്സ്ഡേ. 2019 ജനുവരി 1-ൻ്റെ 3 ദിവസം മുമ്പാണ് ശനിയാഴ്ച. അങ്ങനെയാണെങ്കിൽ ജനുവരി 1 എന്നത് ശനി കഴിഞ്ഞ് 3-ാമത്തെ ദിവസമായിരിക്കും. അതായത് ശനി കഴിഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആയിരിക്കും. 2019 ആകെ ദിവസങ്ങളുടെ എണ്ണം 365 ആണ്. ഇതൊരു ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് 365 ദിവസങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2020 ജനുവരിയിൽ 31 ദിവസങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2020 ഒരു ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുണ്ടായിരിക്കും. 2020 മാർച്ച് 4 ഏതാണ് ദിവസം എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ മാർച്ചിൽ 4 ദിവസങ്ങളും. അങ്ങനെ ആകെ ദിവസങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ 365, 31, 29, 4 ഇവയുടെ തുക കണ്ടാൽ മതി. ഇവ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 429 ആണ്. ഈ 429-ൽ എത്ര 7 ദിവസങ്ങൾ ഉണ്ട്, എത്ര ആഴ്ചകൾ ഉണ്ട് എന്ന് കാണാം. അതിന് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 61 വീക്സ് പ്ലസ് 2 ഡേയ്സ് ആണ്. 61 ആഴ്ചകളും 2 ഒറ്റ ദിനങ്ങളുമാണ് കിട്ടുന്നത്. അതായത് 2019 ജനുവരി 1 മുതൽ 2020 മാർച്ച് 4 വരെ 61 ആഴ്ചകളും 2 ദിവസങ്ങളുമാണുള്ളത്. അതുകൊണ്ട് 61 ആഴ്ച കഴിഞ്ഞ് വരുന്ന 2-ാമത്തെ ദിവസമാണ് 2020 മാർച്ച് 4 എന്നത്. 61 ആഴ്ച കഴിഞ്ഞ് വരുന്ന ആദ്യ ദിവസം ട്യൂസ്ഡേ ആയിരിക്കും. അപ്പോൾ 2-ാമത്തെ ദിവസം ട്യൂസ്ഡേക്ക് ശേഷം ചൊവ്വയ്ക്ക് ശേഷമുള്ള ബുധനാഴ്ച ആയിരിക്കും, വെനസ്ഡേ. 2020 മാർച്ച് 4 എന്നത് വെനസ്ഡേ ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3-ാമത്തെ ഓപ്ഷൻ വെനസ്ഡേ, ഇതാണ് ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. ഒബ്സർവ് ദി ഗിവൺ ഫിഗർ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. എ, ബി, സി, ഡി, ഇ, എഫ്, ജി ഇങ്ങനെ 7 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി ഫിഗർ, ഹൗ മെനി maximum numbers of triangles can be formed with the 7 points A, B, C, D, E, F and G. ചിത്രത്തിലുള്ള ഈ 7 പോയിന്റുകൾ ഉപയോഗിച്ച് പരമാവധി എത്ര ത്രികോണങ്ങൾ നിർമ്മിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. 1 21, രണ്ടാമത്തത് 24, മൂന്നാമത്തത് 33, നാലാമത്തത് 36. ഇതിലേതാണ് ശരിയായ ഉത്തരമെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 7 പോയിന്റുകളാണ് തന്നിട്ടുള്ളത്. ഈ 7 പോയിന്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ത്രികോണങ്ങളുടെ പരമാവധി എണ്ണം എത്ര? ഇതാണ് നമുക്ക് കാണേണ്ടത്. ചിത്രത്തിൽ നിന്നും മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. എ, ബി, സി എന്നീ 3 പോയിന്റുകളും ഒരേ രേഖയിലാണ്. അതുപോലെ തന്നെ ഡി, ഇ, എഫ് ഈ 3 പോയിന്റുകളും ഒരേ രേഖയിലാണ്. ഇവ ഒരേ രേഖയിൽ ആയിരുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ 3 പോയിന്റുകൾ ഒരേ രേഖയിൽ വരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ പോയിന്റുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന പരമാവധി ത്രികോണങ്ങളുടെ എണ്ണം കാണണമെങ്കിൽ ഈ 7 പോയിന്റുകളിൽ നിന്ന് 3 പോയിന്റുകൾ എത്ര വിധത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന്
മനസ്സിലാക്കിയാൽ മതി. ഇത് മനസ്സിലാക്കുന്നതിന് നമ്മളൊരു സൂത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. കോമ്പിനേഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇതിലെ കോമ്പിനേഷൻ ആണ് 7 പോയിന്റുകൾ തന്നാൽ അതിൽ നിന്ന് 3 പോയിന്റുകൾ എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാം എന്ന് കാണുന്നതിനുള്ള സൂത്രം. അപ്പോൾ ഇവിടെ 7 പോയിന്റുകളിൽ നിന്ന് 3 എണ്ണമാണ് തിരഞ്ഞെടുക്കേണ്ടത്. n പോയിന്റുകളിൽ നിന്ന് 6 പോയിന്റുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രമാണ് NCR. ഇവിടെ നമുക്ക് കാണേണ്ടത് 7 പോയിന്റുകളിൽ നിന്ന് 3 പോയിന്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് 7C3 എന്ന് എഴുതാൻ കഴിയും. 7C3 കാണുമ്പോൾ നമുക്ക് 7 പോയിന്റിൽ നിന്ന് 3 പോയിന്റുകൾ എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ ABC എന്നീ 3 പോയിന്റുകളും DEF എന്നീ 3 പോയിന്റുകളും ഒരേ ലൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ABC എന്നീ 3 പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ത്രികോണം ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ DEF എന്നീ പോയിന്റുകൾ ഉപയോഗിച്ചും ത്രികോണം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന 7C3യിൽ നിന്ന് ഇവ രണ്ടും മൈനസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 7C3 -2 ആയിരിക്കും ഇവിടെ ഉത്തരം. ഇനി ഈ 7C3 എങ്ങനെ കാണാം എന്ന് നോക്കാം. NCR എന്നത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇതാണ്. അപ്പോൾ ഇവിടെ 7C3 എന്നത് 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 7 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇതായിരിക്കും. 7 ഫാക്ടോറിയൽ എന്നത് 1 2 3 4 5 6 7 ഇവയുടെ ഗുണനഫലമാണ്. 7 മൈനസ് 3 ഫാക്ടോറിയൽ എന്നത് 7 മൈനസ് 3 4 ആണ്. അപ്പോൾ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്നത് 1 2 3 4 ഇവയുടെ ഗുണനഫലവും 3 ഫാക്ടോറിയൽ എന്നത് 1 2 3 ഇവയുടെ ഗുണനഫലവുമായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 × 2 × 3 × 4 × 5 × 6 × 7 all divided by 1 × 2 × 3 × 4 × 1 × 2 × 3 ഇങ്ങനെ എഴുതാം. ഇതിൽ 1 × 2 × 3 × 4 എന്നിവ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് 5 × 6 × 7 ഡിവൈഡ് ബൈ 1 × 2 × 3. 1 × 2 × 3 എന്നത് 6 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലെ 6ഉം ഡിനോമിനേറ്ററിലെ 1 × 2 × 3യും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 5 × 7 ആണ് വരുന്നത്. 5 × 7 35. ഇതാണ് ഇവിടെ 7C3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 35ൽ നിന്ന് 2 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ 33 എന്ന് കിട്ടും. 33 മൂന്നാമത്തെ ഓപ്ഷൻ. ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി കറക്റ്റ് മിറർ ഇമേജ് ഫോർ ദി ഫോളോയിങ് പ്രോബ്ലം ഫിഗർ ഫ്രം ദി ആൾട്ടർനേറ്റീവ്സ്. ഇടതുഭാഗത്തുള്ള ചിത്രത്തിൻ്റെ മിറർ ഇമേജ് വലതുഭാഗത്തുള്ള ABCD ഇവയിൽ നിന്ന് ഏതാണ് ശരിയായത് എന്ന് നമ്മൾ കണ്ടെത്തണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ A, രണ്ടാമത്തേത് B, മൂന്നാമത്തേത് C, നാലാമത്തേത് D. നമുക്ക് ചിത്രം ഒന്ന് നോക്കാം. ഇതിൽ ഈ മൂലയുടെ മിറർ ഇമേജായി വരുന്ന മൂല ഈ ഭാഗമായിരിക്കും. ഇവിടെ 3 കർവുകൾ ഈ മൂലയിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും 3 കർവുകൾ കാണുന്നുണ്ട്, ഇവിടെയും 3 കർവുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ 2 കർവുകൾ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് C എന്ന ചിത്രം അല്ല ഇവിടെ മിറർ ഇമേജായി വരുന്നത്. ഇനി അടുത്ത് നോക്കാം. ഈ മൂലയുടെ മിറർ ഇമേജായി വരുന്നത്
ഈ മൂലയായിരിക്കും. ഈ മൂലയിൽ നിന്ന് ഒരു കർവാണ് കാണുന്നത്. ഇവിടെ ഡി എന്ന ഈ ചിത്രത്തിൽ ഈ മൂലയിൽ നിന്ന് രണ്ട് കർവുകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഡി എന്ന ഓപ്ഷനും ശരിയല്ല. ഇനി അടുത്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. മിറർ ഇമേജായി തന്നിരിക്കുന്നവയിൽ എയിൽ അങ്ങനെ ഒരു ഭാഗം കാണുന്നില്ല. അതുകൊണ്ട് എയും ശരിയായ ഓപ്ഷൻ അല്ല. അപ്പോൾ ശരിയായ ഓപ്ഷൻ ബി ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. A circular disc is cut into two parts. One of the parts is given as the question figure. Which is the other part? Select from the options. ഒരു സർക്കുലർ ഡിസ്ക് രണ്ട് ഭാഗങ്ങളായി പൊട്ടിയിരിക്കുന്നു. അതിൽ ഒരു ഭാഗം ക്വസ്റ്റ്യൻ ഫിഗറായി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം, രണ്ടാമത്തെ ഭാഗം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നമുക്കാദ്യം ആ ഡിസ്ക് എങ്ങനെയാണ് പൊട്ടിയിട്ടുള്ളത് അതിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ക്. ഇതിൻ്റെ പൊട്ടിയ രണ്ടാമത്തെ ഭാഗം എ ബി സി ഡി ഇവയിൽ നിന്ന് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് 1 എ, 2 ബി, 3 സി, 4 ഡി ഇങ്ങനെയാണ്. ചിത്രം സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ എ എന്ന ഓപ്ഷൻ പ്രോബ്ലം ഫിഗറിൻ്റെ രണ്ടാം ഭാഗമായി വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ബി എന്ന ഓപ്ഷനും ഇതിൻ്റെ രണ്ടാം ഭാഗമായി വരാൻ സാധ്യത കാണുന്നില്ല. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഡിയും ഇതിൻ്റെ രണ്ടാം ഭാഗമായി വരാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് ഡിയും ഇവിടെ ശരിയായ ഉത്തരമല്ല. അപ്പോൾ ശരിയായ ഉത്തരമാകാൻ സാധ്യതയുള്ളത് സി എന്ന ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 2 figures on transparent sheets are given on the left side. When the upper figure is exactly placed on the lower figure, find from the option figures how the resultant look like. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇടതുഭാഗത്ത് രണ്ട് ട്രാൻസ്പാരൻ്റ് ആയുള്ള ഷീറ്റുകളാണ് തന്നിരിക്കുന്നത്. മുകളിലുള്ള ഈ ചിത്രം താഴെയുള്ള ചിത്രത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കിട്ടുന്ന ചിത്രം താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് എ, രണ്ടാമത്തത് ബി, മൂന്നാമത്തത് സി, നാലാമത്തത് ഡി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാവാത്തത് ഓരോന്നോരോന്നായി ഒഴിവാക്കി കളയാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കാം. ഈ പോയിന്റിൽ നിന്ന് ഒരു കർവ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എ എന്ന ഓപ്ഷനിൽ ഈ പോയിന്റിൽ നിന്ന് രണ്ട് കർവുകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ ഇവിടെ ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അടുത്ത് നോക്കാം. ഈ പോയിന്റിൽ നിന്ന് ഒരു കർവാണ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ബി എന്ന ഓപ്ഷനിൽ ഈ പോയിന്റിൽ നിന്ന് രണ്ട് കർവുകൾ പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ബി എന്ന ഓപ്ഷനും ഇവിടെ ശരിയല്ല. അടുത്ത് നോക്കാം.
ഇവിടെ സി എന്ന ഓപ്ഷനിൽ ഈ പോയിന്റിൽ നിന്നൊരു കർവ് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് തന്നിരിക്കുന്ന മുകളിലുള്ളതും താഴെയുള്ളതുമായ ചിത്രങ്ങളിൽ അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് കർവുകൾ പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സി എന്ന ഓപ്ഷനും ഇവിടെ ശരിയായ ഉത്തരമല്ല. ശേഷിക്കുന്നത് ഡി മാത്രമാണ്. നാലാമത്തെ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ ശരിയായ ഉത്തരം. ഇങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയല്ലാത്തവ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം അവസാനം ലഭിക്കുന്ന ഉത്തരം നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി മിസ്സിംഗ് പാർട്ട് ഓഫ് ദി ഗിവൺ ഫിഗർ ഫ്രം ദി ആൾട്ടർനേറ്റീവ്സ് വിച്ച് കംപ്ലീറ്റ്സ് ദി പാറ്റേൺ. ഇവിടെ ഇടതുഭാഗത്ത് തന്നിരിക്കുന്ന ചിത്രത്തിൽ ഈ പാറ്റേൺ പൂർത്തിയാകണമെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഏതാണ് ഇവിടെ ചേർക്കേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1A, 2B, 3C, 4D. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എലിമിനേഷൻ മെത്തഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വരേണ്ട ഈ ഭാഗത്ത്, അതായത് ഇടതുഭാഗത്ത് താഴെ വരുന്ന മൂലയിൽ വരേണ്ടത് ഇങ്ങനെയുള്ള ഒരു രൂപമായിരിക്കണം. പക്ഷേ ഇവിടെ എ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള ലൈന് കാണുന്നില്ല. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ ആവാൻ സാധ്യതയില്ല. ഇനി ബി, സി, ഡി ഇവയിൽ ഏതാണ് എന്ന് നോക്കാം. ഇതിൻ്റെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന ഈ മൂലയിൽ വരേണ്ടത് ഇതുപോലുള്ള ഒരു രൂപമായിരിക്കണം. പക്ഷേ ബി എന്ന ഈ ചിത്രത്തിൽ ഇങ്ങനെ ഒരു ലൈന് അധികമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ബി എന്ന രൂപവും ഇവിടെ വരാൻ സാധ്യതയില്ല. ഡി എന്ന ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു ലൈന് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈന് നമ്മുടെ ഈ ചിത്രത്തിൽ എവിടെയും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഡി എന്ന രൂപവും ശരിയായ ഓപ്ഷൻ അല്ല. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ശരിയായ ഓപ്ഷൻ മൂന്നാമത്തതായിരിക്കും സി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി കറക്റ്റ് വാട്ടർ ഇമേജ് ഫോർ ദി ഫോളോയിങ് പ്രോബ്ലം ഫിഗർ ചൂസിങ് ഫ്രം ദി ആൾട്ടർനേറ്റീവ്സ്. തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ വാട്ടർ ഇമേജ് ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുകളിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ വാട്ടർ ഇമേജ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1A, 2B, 3C, 4D ഇതൊക്കെയാണ്. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. എ എന്ന ഓപ്ഷൻ നോക്കാം. എ എന്ന ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ കാണുന്നുണ്ട്. വാട്ടർ ഇമേജിൽ ഇങ്ങനെ ഒരു ലൈന് കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരിക്കുള്ള രൂപത്തിൽ അങ്ങനെ ഒരു ലൈന് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ ഇവിടെ ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ സി എന്ന ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ലൈന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ശരിയായ രൂപത്തിൽ ആ ലൈന് ഇങ്ങനെയാണ് കാണുന്നത്. ആ ലൈൻ ഇവിടെ ഈ സി എന്ന ഈ ചിത്രത്തിൽ പൂർണ്ണമായി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സി എന്ന ഓപ്ഷനും ഇവിടെ ശരിയല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഡി എന്ന ഓപ്ഷൻ നോക്കാം. ഡി എന്ന ഓപ്ഷനിൽ ഈ ത്രികോണം പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ത്രികോണം ഇവിടെ പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് ഡി എന്ന ഓപ്ഷനും ശരിയല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബാക്കി വരുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി മാത്രമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനായ ബി ആയിരിക്കും ഇവിടെ ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 5 ചോദ്യങ്ങൾക്കുള്ള ഡയറക്ഷൻസ് ആണ് ഇനി തരാൻ പോകുന്നത്. തുടർന്ന് വരുന്ന 5 ചോദ്യങ്ങൾക്കുള്ള ഡയറക്ഷൻസ്. എന്താണ് ഡയറക്ഷൻസ് എന്ന് നോക്കാം. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് there are statements followed by conclusions. Choose the conclusion which must logically follow from the given statements. താഴെ കൊടുത്തിരിക്കുന്ന ഈ ചോദ്യങ്ങളിൽ ചില കൺക്ലൂഷൻസും ചില സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് തരുന്നുണ്ട്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്
ഏതൊക്കെ കൺക്ലൂഷനാണ് ശരിയായത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ, സം ഗ്രാൻഡ് മദേഴ്സ് ആർ മദേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ബി, സം മദേഴ്സ് ആർ ഡോട്ടേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് സി, ആൾ ദി ഡോട്ടേഴ്സ് ആർ മാരീഡ് വിമൻ. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, സം മാരീഡ് വിമൻ ആർ മദേഴ്സ്. സെക്കൻഡ് വൺ, സം ഡോട്ടേഴ്സ് ആർ ഗ്രാൻഡ് മദേഴ്സ്. തേർഡ് വൺ, നോ ഡോട്ടർ ഈസ് ഗ്രാൻഡ് മദർ. ഫോർത്ത് വൺ, സം മദേഴ്സ് ആർ ഗ്രാൻഡ് മദേഴ്സ്. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ഓൺലി 1 and 2. കൺക്ലൂഷൻ 1, 2 ഇവയാണ് ശരിയായത്. രണ്ടാമത്തേത്, ഓൺലി 2 and 3. മൂന്നാമത്തേത്, ഓൺലി 2 and 4. നാലാമത്തേത്, ഓൺലി 1 and 4. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വെച്ച് നമുക്ക് ഒരു വെൻ ഡയഗ്രാം വരക്കണം. ഇവിടെ വെൻ ഡയഗ്രാം വരക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കി അതുപോലെ വരച്ചാൽ മതി. ആദ്യം പറഞ്ഞിരിക്കുന്നത് സം ഗ്രാൻഡ് മദേഴ്സ് ആർ മദേഴ്സ് എന്നാണ്. അപ്പോൾ ഗ്രാൻഡ് മദേഴ്സ്, മദേഴ്സ് ഇങ്ങനെ 2 ഗ്രൂപ്പുകളുണ്ട്. അവയിൽ ചില ഗ്രാൻഡ് മദേഴ്സ് മദേഴ്സാണ്. സം ഗ്രാൻഡ് മദേഴ്സ് ആർ മദേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരക്കേണ്ടത് ഇങ്ങനെയാണ്. 2 ചിത്രത്തിലെയും കുറച്ച് ഭാഗം പൊതുവായി വരത്തക്ക വിധത്തിൽ ഇങ്ങനെ വരക്കാം. ഇതിൽ ജി എന്നത് ഗ്രാൻഡ് മദേഴ്സിനെ സൂചിപ്പിക്കുന്ന വൃത്തമാണ്, എം എന്നത് മദേഴ്സിനെ സൂചിപ്പിക്കുന്ന വൃത്തവുമാണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സം മദേഴ്സ് ആർ ഡോട്ടേഴ്സ് എന്നാണ്. ഈ സം മദേഴ്സ് ആർ ഡോട്ടേഴ്സ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും. സം മദേഴ്സ് ആർ ഡോട്ടേഴ്സ്. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രൂപത്തിൽ നമുക്ക് വരക്കാൻ കഴിയും. ഗ്രാൻഡ് മദേഴ്സ്, മദേഴ്സ് ഇവ നേരത്തെ വരച്ചതുപോലെ തന്നെ വരക്കാം. സം മദേഴ്സ് ആർ ഡോട്ടേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സം മദേഴ്സ് ആർ ഡോട്ടേഴ്സ് എന്നുള്ളത് ഇങ്ങനെയും നമുക്ക് വരക്കാൻ കഴിയും. ഇവിടെ മദർ എന്ന വൃത്തത്തിനും ഡോട്ടർ എന്ന വൃത്തത്തിനും പൊതുവായി കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഇങ്ങനെ വരച്ചാലും നമുക്ക് കിട്ടുന്നതാണ്, ഇങ്ങനെ വരച്ചാലും കിട്ടുന്നതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗ്രാൻഡ് മദേഴ്സിൽ കുറച്ച് ഭാഗവും ഡോട്ടേഴ്സിൻ്റെ വൃത്തത്തിൽ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ വരുന്നില്ല. ഇങ്ങനെ തന്നിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ വെച്ച് നമുക്ക് ഇങ്ങനെ 2 രീതിയിലും വരക്കാൻ കഴിയുന്നതാണ്. ഇനി ഇവിടെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ തന്നിട്ടുണ്ട്, സി എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആൾ ദി ഡോട്ടേഴ്സ് ആർ മാരീഡ് വിമൺ. ആൾ ദി ഡോട്ടേഴ്സ് ആർ മാരീഡ് വിമൺ. മാരീഡ് വിമൺ എന്ന ചിത്രത്തിൻ്റെ അകത്തായിരിക്കണം ഡോട്ടർ എന്ന ചിത്രം വരേണ്ടത്. മാരീഡ് വിമൺ എന്ന ചിത്രത്തിന് പൂർണ്ണമായും അകത്തായിട്ട് ഡോട്ടറെ സൂചിപ്പിക്കുന്ന ഡി എന്ന വൃത്തം വരത്തക്ക വിധത്തിലാണ് നമ്മൾ ചിത്രം വരക്കേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ അത് ഇങ്ങനെയും വരക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് 2 രീതിയിൽ ഈ ചിത്രത്തിനെ നമുക്ക് വരക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. ഇവിടെ 2 വെൻ ചിത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നിരിക്കുന്ന കൺക്ലൂഷൻ ശരിയാവണമെങ്കിൽ ഈ 2 ചിത്രങ്ങളിലും അത് ശരിയായിരിക്കണം. ഏതെങ്കിലും ഒരു വെൻ ചിത്രത്തിൽ തെറ്റായാൽ ആ കൺക്ലൂഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കൺക്ലൂഷൻ,
സം മാരീഡ് വിമൺ ആർ മദേഴ്സ്. അത് ഒന്നാമത്തെ ഫിഗറിൽ നിന്നും നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സം മാരീഡ് വിമൺ ആർ മദേഴ്സ്. അത് ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നമുക്ക് ശരിയായി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ നോക്കാം. സം ഡോട്ടേഴ്സ് ആർ ഗ്രാൻഡ് മദേഴ്സ്. സം ഡോട്ടേഴ്സ് ആർ ഗ്രാൻഡ് മദേഴ്സ്. അത് ഒന്നാമത്തെ ചിത്രത്തിൽ ശരിയാണ്. ഡോട്ടേഴ്സിലല്ല, കുറച്ച് ഭാഗം ഗ്രാൻഡ് മദേഴ്സിലും വരുന്നുണ്ട്. പക്ഷേ അത് രണ്ടാമത്തെ ചിത്രത്തിൽ അങ്ങനെ വരുന്നില്ല. സം ഡോട്ടേഴ്സ് ആർ ഗ്രാൻഡ് മദേഴ്സ്. ഗ്രാൻഡ് മദേഴ്സ് എന്ന വൃത്തത്തിനും ഡോട്ടർ എന്ന വൃത്തത്തിനും പൊതുവായിട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തത് ശരിയല്ല എന്നും മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ നോക്കാം. നോ ഡോട്ടർ ഈസ് ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ ആയുള്ള ഡോട്ടർ ഇല്ല. നോ ഡോട്ടർ ഈസ് ഗ്രാൻഡ് മദർ എന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ ശരിയല്ല. ഡോട്ടർ, ഗ്രാൻഡ് മദർ ഇതിനും രണ്ടിനും പൊതുവായിട്ട് ഇവിടെ ഭാഗം വരുന്നുണ്ട്. രണ്ടാമത്തതിൽ ഡോട്ടറിനും ഗ്രാൻഡ് മദറിനും പൊതുവായിട്ട് ഭാഗം വരുന്നില്ല. പക്ഷേ നമ്മൾ രണ്ടും നോക്കേണ്ടതുണ്ട്. ഇതിൽ പൊതുവായിട്ട് ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനും ശരിയല്ല എന്ന് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം. സം മദേഴ്സ് ആർ ഗ്രാൻഡ് മദേഴ്സ്. ഇത് ഒന്നാമത്തെ ചിത്രത്തിൽ ശരിയാണ്. മദേഴ്സിനും ഗ്രാൻഡ് മദേഴ്സിനും പൊതുവായിട്ടുള്ള ഭാഗമുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിലും മദേഴ്സിനും ഗ്രാൻഡ് മദേഴ്സിനും പൊതുവായിട്ടുള്ള ഭാഗമുണ്ട്. അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷനും ശരിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ശരിയായത് ഒന്നാമത്തേതും നാലാമത്തേതുമാണ്. ഒന്നാമത്തേതും നാലാമത്തേതുമായുള്ള കൺക്ലൂഷൻസാണ് ശരിയായത്. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരി. ഓൺലി 1 and 4. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ ആദ്യം ഇതിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ്. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഒരു വെൻ ഡയഗ്രം മാത്രം മതിയാകും. ചിലപ്പോൾ നമുക്ക് 2 വെൻ ഡയഗ്രം വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള മറ്റൊരു ചോദ്യം നോക്കാം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ, സം സ്റ്റുഡൻസ് ആർ സ്മാർട്ട് വർക്കിംഗ്. ബി, all intelligent are smart working. C, all the teachers are students. Conclusions ഏതൊക്കെയാണെന്ന് നോക്കാം. Some students are intelligent. രണ്ടാമത്തേത് no teacher is smart working. മൂന്നാമത്തേത് some intelligent are students. ഇതൊക്കെയാണ് തന്നിരിക്കുന്ന കൺക്ലൂഷൻസ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് either 1 or 2. രണ്ടാമത്തേത് only 1 and 2. മൂന്നാമത്തേത് none of 1, 2 and 3. നാലാമത്തേത് only 1 and 3. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് അതിന് അനുയോജ്യമായ വെൻ ഡയഗ്രം വരയ്ക്കുക. സം സ്റ്റുഡൻസ് ആർ സ്മാർട്ട് വർക്കിംഗ്. അപ്പോൾ സ്റ്റുഡൻസ് സ്മാർട്ട് വർക്കിംഗ് ഈ 2 വെൻ ഡയഗ്രങ്ങൾ വരക്കുമ്പോൾ അതിൽ പൊതുവായിട്ട് ഭാഗം ഉണ്ടായിരിക്കണം. സം സ്റ്റുഡൻസ് ആർ സ്മാർട്ട് വർക്കിംഗ് എന്നാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ വൃത്തം ഇങ്ങനെയും സ്മാർട്ട് വർക്കേഴ്സിൻ്റെ വൃത്തം ഇങ്ങനെയുമായിരിക്കും വരിക. രണ്ടിലും പൊതുവായിട്ട് ഭാഗം ഉണ്ടായിരിക്കണം. ബി എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആൾ ഇൻ്റലിജൻറ്റ് ആർ സ്മാർട്ട് വർക്കിംഗ് എന്നാണ്. അപ്പോൾ ഇൻ്റലിജൻസിനെ സൂചിപ്പിക്കുന്ന വൃത്തം സ്മാർട്ട് വർക്കിങ്ങിൻ്റെ അകത്ത് ആയിട്ടായിരിക്കണം വരേണ്ടത്. പൂർണ്ണമായിട്ടും അകത്തായിട്ടായിരിക്കണം വരേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാൻ കഴിയും. ഇൻ്റലിജൻറ്റ് എന്ന വൃത്തത്തെ നമുക്ക് സ്മാർട്ട് വർക്കിംഗ് എന്ന വൃത്തത്തിന് പൂർണ്ണമായും അകത്ത് വരത്തക്ക വിധത്തിൽ ഇങ്ങനെ വരക്കാം. അതുപോലെ സി എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആൾ ദി ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ് എന്നാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ വൃത്തത്തിൻ്റെ അകത്തായിരിക്കണം ടീച്ചേഴ്സിൻ്റെ വൃത്തം വരേണ്ടത്. അപ്പോൾ നമുക്ക് ചിത്രം ഇങ്ങനെ വരക്കാൻ കഴിയും. ഇതിനെ നമുക്ക് മറ്റൊരു വിധത്തിലും വരക്കാം. സ്റ്റുഡൻസ്, സ്മാർട്ട് വർക്കിംഗ് ഇവരെ സൂചിപ്പിക്കുന്ന വൃത്തം നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ വരക്കാം.
ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആൾ ഇൻ്റലിജൻസ് ആർ സ്മാർട്ട് വർക്കിംഗ് എന്നാണ്. ആൾ ഇൻ്റലിജൻസ് ആർ സ്മാർട്ട് വർക്കിംഗ് എന്നത് നമ്മൾ നേരത്തെ വരച്ചതിൽ അതിന് സ്റ്റുഡൻസുമായിട്ട് ബന്ധം കാണുന്നില്ല. നമുക്കത് സ്റ്റുഡൻസുമായിട്ട് ബന്ധം വരത്തക്ക വിധത്തിൽ ഇങ്ങനെയും നമുക്ക് വരക്കാൻ കഴിയും. അതുപോലെ ആൾ ദി ടീച്ചേഴ്സ് ആർ സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെയും വരക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ വെൻ ഡയഗ്രാം വരക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു രീതിയിൽ മാത്രം വരച്ച് നമ്മുടെ കൺക്ലൂഷൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റായ ഉത്തരത്തിലേക്ക് ആയിരിക്കും എത്തുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനും ഈ രണ്ട് ചിത്രവും നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ രണ്ട് സാധ്യതകളും നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻറ്റ്. സം സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻറ്റ്. അത് ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല. സ്റ്റുഡൻസിനും ഇൻ്റലിജൻറ്റിനും പൊതുവായിട്ട് നമുക്ക് ഇവിടെ ഭാഗങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനിൽ സ്റ്റുഡൻസിനും ഇൻ്റലിജൻസിനും പൊതുവായിട്ട് ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രണ്ടിലും ഈ ഭാഗങ്ങൾ കാണാൻ കഴിയാത്തത് കൊണ്ട് ഇത് നമുക്ക് ശരിയല്ല എന്ന് പറയാം. ഇനി അടുത്ത രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. നോ ടീച്ചർ ഈസ് സ്മാർട്ട് വർക്കിംഗ്. നോ ടീച്ചർ ഈസ് സ്മാർട്ട് വർക്കിംഗ്. അത് ഒന്നാമത്തെ ഓപ്ഷനിൽ അത് ശരിയാണ്. ടീച്ചർ, സ്മാർട്ട് വർക്കിംഗ്, അതിന് രണ്ടിലും പൊതുവായിട്ട് ഭാഗങ്ങൾ വരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനിൽ ടീച്ചർ, സ്മാർട്ട് വർക്കിംഗ്, അതിൽ രണ്ടിനും പൊതുവായിട്ട് ഭാഗം വരുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ ഭാഗത്തിൽ വരുന്നില്ല, രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നോ ടീച്ചർ ഇസ് സ്മാർട്ട് വർക്കിംഗ് എന്നത് ശരിയല്ല എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ കൺക്ലൂഷൻ നോക്കാം. സം ഇൻ്റലിജൻറ്റ് ആർ സ്റ്റുഡൻസ്. സം ഇൻ്റലിജൻറ്റ് ആർ സ്റ്റുഡൻസ്. കുറച്ച് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസാണ്. അത് ഒന്നാമത്തേതിൽ ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേതിൽ സം ഇൻ്റലിജൻ്റ് ആർ സ്റ്റുഡൻറ്റ് എന്നതിൽ കുറച്ച് ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തിൽ ശരിയാണ്. പക്ഷേ ഒന്നാമത്തിൽ ശരിയല്ല എന്നതുകൊണ്ട് ആ ഓപ്ഷനും ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നൺ ഓഫ് 1, 2 and 3 ഇതാണ് ഇവിടെ ശരിയായ ഓപ്ഷൻ. ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനാണ്. നൺ ഓഫ് 1, 2 and 3. ഇത് നമ്മൾ ഈ തന്നിരിക്കുന്ന വെൻ ഡയഗ്രങ്ങളിൽ ഏതെങ്കിലും ഒരു വെൻ ഡയഗ്രം മാത്രം ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് സാധ്യതകളും പരിഗണിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ, സം സ്റ്റുഡൻസ് ആർ ഒറേറ്റേഴ്സ്. ബി, ആൾ ഒറേറ്റേഴ്സ് ആർ ഗോൾ കീപ്പേഴ്സ്. സി, സം ഗോൾ കീപ്പേഴ്സ് ആർ ഹോണസ്റ്റ്. തന്നിരിക്കുന്ന കൺക്ലൂഷൻസ്: ഒന്നാമത്തേത് സം സ്റ്റുഡൻസ് ആർ ഹോണസ്റ്റ്. സെക്കൻഡ് വൺ, സം ഗോൾ കീപ്പേഴ്സ് ആർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഓൺലി കൺക്ലൂഷൻ 1. സെക്കൻഡ് വൺ ഓൺലി കൺക്ലൂഷൻ 2. തേർഡ് വൺ ബോത്ത് കൺക്ലൂഷൻ 1 and 2. ഫോർത്ത് ഓപ്ഷൻ നൈദർ കൺക്ലൂഷൻ 1 nor 2. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വായിച്ച് അതിന് യോജ്യമായ വെൻ ഡയഗ്രം വരച്ചു നോക്കാം. സം സ്റ്റുഡൻസ് ആർ ഒറേറ്റേഴ്സ്. സ്റ്റുഡൻസ്, ഒറേറ്റേഴ്സ്, ഇവയുടെ ഡയഗ്രം നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും. രണ്ടാമത്തത് ആൾ ഒറേറ്റേഴ്സ് ആർ ഗോൾ കീപ്പേഴ്സ്. ഒറേറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഗോൾ കീപ്പേഴ്സിൻ്റെ അകത്ത് വരത്തക്ക വിധത്തിലായിരിക്കണം നമ്മൾ വരക്കേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും. ഇനി സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് സം ഗോൾ കീപ്പേഴ്സ് ആർ ഹോണസ്റ്റ്. സം ഗോൾ കീപ്പേഴ്സ് ആർ ഹോണസ്റ്റ്. അത് നമുക്ക്
ഇങ്ങനെ വരക്കാൻ കഴിയും. ഇനി നമുക്ക് വരച്ചിരിക്കുന്ന ഈ വെൻ ഡയഗ്രത്തിൽ നിന്നും കൺക്ലൂഷനുകൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ സം സ്റ്റുഡൻസ് ആർ ഹോണസ്റ്റ്, അത് ശരിയല്ല. ഇനി അടുത്ത് നോക്കാം, സം ഗോൾ കീപ്പേഴ്സ് ആർ സ്റ്റുഡൻസ്. സം ഗോൾ കീപ്പേഴ്സ് ആർ സ്റ്റുഡൻസ്, അത് ശരിയാണ്. ഇങ്ങനെ രണ്ട് കൺക്ലൂഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി ഈ ചിത്രം ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. സി എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന സം ഗോൾ കീപ്പേഴ്സ് ആർ ഓണസ്റ്റ് എന്നുള്ളത്, ഈ ഓണസ്റ്റ് എന്നതിൻ്റെ വൃത്തം നമുക്ക് ഇങ്ങനെയും വരക്കാം. ഇങ്ങനെ വരച്ചാലും നമുക്ക് തന്നിരിക്കുന്ന ഈ രണ്ട് കൺക്ലൂഷനും ഇതുപോലെ തന്നെ വരാനേ സാധ്യതയുള്ളൂ. നോക്കാം, സം സ്റ്റുഡൻസ് ആർ ഹോണസ്റ്റ്, ചില സ്റ്റുഡൻസ് ഹോണസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ അത് ശരിയായി വരുന്നുണ്ട്, പക്ഷേ ആദ്യത്തെ ചിത്രത്തിൽ അത് ശരിയായി വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ സം സ്റ്റുഡൻസ് ആർ ഹോണസ്റ്റ് എന്നുള്ളത് ശരിയല്ല എന്ന് നിഗമനത്തിൽ തന്നെ നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കാം, സം ഗോൾ കീപ്പേഴ്സ് ആർ സ്റ്റുഡൻസ്. സം ഗോൾ കീപ്പേഴ്സ് ആർ സ്റ്റുഡൻസ് എന്നത് ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നിന്നും രണ്ടാമത്തെ ചിത്രത്തിൽ നിന്നും അത് ശരിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ചിത്രം വരച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ, ഈ തന്നിരിക്കുന്ന കൺക്ലൂഷൻസ് ആദ്യത്തേത് തെറ്റാണെന്നും രണ്ടാമത്തേത് ശരിയാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഒരു വെൻ ഡയഗ്രം മാത്രം വരച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കൺക്ലൂഷൻസ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഓൺലി കൺക്ലൂഷൻ 1, അത് ശരിയല്ല. ഓൺലി കൺക്ലൂഷൻ 2, അതാണ് ഇവിടെ ശരിയായത്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയായ ഉത്തരം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ്: എ, സം മെൻ ആർ വിമൺ. ബി, ആൾ വിമൺ ആർ ടീച്ചേഴ്സ്. സി, സം ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ്. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സം ഡോക്ടേഴ്സ് ആർ വിമൺ. രണ്ടാമത്തേത് സം ടീച്ചേഴ്സ് ആർ വിമൺ. മൂന്നാമത്തേത് സം ടീച്ചേഴ്സ് ആർ മെൻ. നാലാമത്തേത് സം ഡോക്ടേഴ്സ് ആർ മെൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺലി 1 and 2. രണ്ടാമത്തേത് ഓൺലി 1 and 4. മൂന്നാമത്തേത് ഓൺലി 2 and 3. നാലാമത്തേത് ഓൺലി 3 and 4. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് മനസ്സിലാക്കി അതിന് യോജ്യമായ വെൻ ചിത്രം വരക്കാം. ഒന്നാമത്തേത് സം മെൻ ആർ വിമൺ, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും, മെൻ വിമൺ. രണ്ടാമത്തേത് ആൾ വിമൻ ആർ ടീച്ചേഴ്സ്. അപ്പോൾ വിമൻ എന്ന വൃത്തം ടീച്ചേഴ്സ് എന്ന വൃത്തത്തിൻ്റെ അകത്തായിരിക്കണം വരേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും. ഇനി അടുത്തത് സം ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ്. സം ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും. ഇതും നമുക്ക് ഈ ഒരു ചിത്രം ഉപയോഗിച്ച് തന്നെ നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് രണ്ടാമതൊരു ചിത്രം വരക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ആണെങ്കിൽ നമുക്ക് സം ടീച്ചേഴ്സ് ആർ ഡോക്ടേഴ്സ് എന്നുള്ളത് ഇങ്ങനെയും വരക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ വരച്ചാലും നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് ഒഴിവാക്കാം. ഒരു വെൻ ഡയഗ്രം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം കാണാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് സം ഡോക്ടേഴ്സ് ആർ വിമൺ എന്നാണ്. സം ഡോക്ടേഴ്സ് ആർ വിമൺ, അതിവിടെ ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഡോക്ടേഴ്സ്, വിമൺ, ഇതിന് രണ്ടിനും പൊതുവായിട്ട് ഇവിടെ ഭാഗങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ നോക്കാം, സം ടീച്ചേഴ്സ് ആർ വിമൺ. സം ടീച്ചേഴ്സ് ആർ വിമൺ, അത് ശരിയാണ്. ടീച്ചേഴ്സിലെ കുറച്ച് ഭാഗം വിമണിൽ വരുന്നുണ്ട്, അതുകൊണ്ട് അത് ശരിയാണെന്ന് പറയാം. ഇനി മൂന്നാമത്തെ നോക്കാം, സം ടീച്ചേഴ്സ് ആർ മെൻ. സം ടീച്ചേഴ്സ് ആർ മെൻ,
ടീച്ചേഴ്സിലും മെന്നിലും പൊതുവായിട്ട് കുറച്ച് ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ ഈ കൺക്ലൂഷനും ശരിയാണെന്ന് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ നോക്കാം. സം ഡോക്ടേഴ്സ് ആർ മെൻ. സം ഡോക്ടേഴ്സ് ആർ മെൻ എന്നത് ഡോക്ടേഴ്സ്, മെൻ ഇതിന് രണ്ടിനും പൊതുവായിട്ട് ഭാഗങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടത് ശരിയല്ല. അപ്പോൾ ഇവിടെ ശരിയായത് രണ്ടാമത്തതും മൂന്നാമത്തതുമാണ്. അപ്പോൾ ഓൺലി 2 and 3 ഇതാണ് ഇവിടെ ശരിയായ ഉത്തരം. മൂന്നാമത്തെ ഓപ്ഷൻ ഓൺലി 2 and 3 ഇതായിരിക്കും ശരിയായ ഉത്തരം. ഇനി ഇതിലെ തന്നെ അവസാനത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ, സം കാൻഡിഡേറ്റ്സ് ആർ സ്റ്റുഡൻസ്. ബി, ആൾ ചിൽഡ്രൻ ആർ സിറ്റിസൺ. സി, ആൾ സിറ്റിസൺസ് ആർ കാൻഡിഡേറ്റ്സ്. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സം സിറ്റിസൺസ് ആർ സ്റ്റുഡൻസ്. രണ്ടാമത്തത് സം കാൻഡിഡേറ്റ്സ് ആർ ചിൽഡ്രൻ. മൂന്നാമത്തത് ആൾ ചിൽഡ്രൻ ആർ കാൻഡിഡേറ്റ്സ്. നാലാമത്തത് നോ ചൈൽഡ് ഈസ് സ്റ്റുഡൻറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഓൺലി 1 and 2. രണ്ടാമത്തത് ഓൺലി 2 and 3. മൂന്നാമത്തത് ഓൺലി 3 and 4. നാലാമത്തത് ഓൺലി 1, 2 and 3. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വായിച്ചിട്ട് അതിന് യോജ്യമായ വെൻ ഡയഗ്രം വരക്കാം. സം കാൻഡിഡേറ്റ്സ് ആർ സ്റ്റുഡൻസ്. അപ്പോൾ കാൻഡിഡേറ്റ്സ്, സ്റ്റുഡൻസ് ഇവയെ നമുക്ക് ഇങ്ങനെ വരക്കാൻ കഴിയും. രണ്ടാമത്തെ ആൾ ചിൽഡ്രൻ ആർ സിറ്റിസൺ. ആൾ ചിൽഡ്രൻ ആർ സിറ്റിസൺ. സി പറഞ്ഞിരിക്കുന്നത് സിറ്റിസൺസ് ആർ കാൻഡിഡേറ്റ്സ് എന്നാണ്. അപ്പോൾ ആൾ ചിൽഡ്രൻസ് ആർ സിറ്റിസൺസ് ആണ്, ആൾ സിറ്റിസൺസ് ആർ കാൻഡിഡേറ്റ്സുമാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെയായിരിക്കും വരക്കാൻ കഴിയുന്നത്. ചിത്രത്തിൽ നമുക്ക് ഇങ്ങനെയും വരക്കാൻ കഴിയും. കാൻഡിഡേറ്റ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ളത് ഇങ്ങനെ വരക്കാം. അതുപോലെ ചിൽഡ്രൻസ് ആർ സിറ്റിസൺസ്, ഇതിന് നമുക്ക് ഇങ്ങനെയും വരക്കാൻ കഴിയും. ഇവിടെ ചിൽഡ്രൻസിനും സ്റ്റുഡൻസിനും പൊതുവായിട്ട് ഭാഗങ്ങൾ വരത്തക്ക വിധത്തിൽ ഇങ്ങനെയും വരക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചിത്രം ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് വരക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് കൺക്ലൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സം സിറ്റിസൺസ് ആർ സ്റ്റുഡൻസ്. സം സിറ്റിസൺസ് ആർ സ്റ്റുഡൻസ്. അത് ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കുമ്പോൾ സിറ്റിസൺ, സ്റ്റുഡൻസ് രണ്ടിനും പൊതുവായിട്ട് ഭാഗങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. സം കാൻഡിഡേറ്റ്സ് ആർ ചിൽഡ്രൻ. സം കാൻഡിഡേറ്റ്സ് ആർ ചിൽഡ്രൻ. അത് ഈ രണ്ട് ചിത്രത്തിൽ നോക്കിയാലും നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടത് ശരിയാണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത് ആൾ ചിൽഡ്രൻ ആർ കാൻഡിഡേറ്റ്സ്. ആൾ ചിൽഡ്രൻ ആർ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിൻ്റെ അകത്താണ് ചിൽഡ്രൻ വരുന്നത്. അത് രണ്ട് ചിത്രത്തിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടത് ശരിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നാലാമത്തത് നോ ചൈൽഡ് ഈസ് സ്റ്റുഡൻറ്റ്. ചൈൽഡ്, സ്റ്റുഡൻറ്റ് ഇവയ്ക്ക് രണ്ടിനും പൊതുവായിട്ട് ഒന്നാമത്തെ ചിത്രത്തിൽ ഒന്നും വരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ചൈൽഡിനും സ്റ്റുഡൻറ്റിനും പൊതുവായിട്ട് ഭാഗം വരുന്നുണ്ട്. അതുകൊണ്ട് നോ ചൈൽഡ് ഈസ് സ്റ്റുഡൻറ്റ് എന്നത് ശരിയല്ല എന്ന് പറയാം. നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായ ഉത്തരങ്ങൾ. അതായത് രണ്ടാമത്തെ ഓപ്ഷനായിരിക്കും ഇവിടെ ശരിയായത്. ഓൺലി 2 and 3. ഒന്നാമത്തേതും നാലാമത്തേതും ശരിയല്ല, രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രമാണ് ശരിയായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആവശ്യമായ വെൺചിത്രങ്ങൾ വരക്കാൻ കഴിയണം. വെൺചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്നും ഉത്തരം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക.
ഓക്കെ. കൂട്ടുകാരെ, ഓരോരുത്തരെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം ഓരോരുത്തരുടെയും ചിന്താശേഷി അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതി ആണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നാം ചിന്തിക്കേണ്ടതും. ചിന്തിക്കുന്ന മനസ്സിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ നന്നായി ചിന്തിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചും നല്ല ചോദ്യങ്ങൾ സ്വയം ചോദിച്ചും നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി, അതായത് മാനസികമായ കഴിവ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കാവട്ടെ. വിജയാശംസകളോടെ ഹമീദ് ഷർവാനി.